വാർത്തയിലേക്ക്. മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ച സംഭവത്തിൽ പത്തനംതിട്ട തിരുവല്ല സത്യം മിനിസ്ട്രീസിൽ നിന്ന് കുട്ടികളെ മാറ്റുകയാണിപ്പോൾ. ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൾസൺ എന്ന സ്ഥാപനത്തിലേക്കുമാണ് മാറ്റുന്നത്. കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് നീക്കം. ഹാൻസ് ജോൺ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ഹാൻസ് ജോൺ, വിവരങ്ങൾ. ലക്ഷ്മി, ഈ അധ്യയന വർഷമാണ് മണിപ്പൂരിൽ നിന്നും പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി പത്തനംതിട്ട തിരുവല്ലം സത്യം മിനിസ്ട്രീസിലേക്ക് മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിക്കുന്നത്. എല്ലാവിധ ചട്ടങ്ങളും മാനിച്ചു തന്നെയായിരുന്നു കുട്ടികളെ പഠന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി തിരുവല്ലയിലെ സത്യം മിനിസ്ട്രീസിൽ എത്തിച്ചിരുന്നത്. സത്യം മിനിസ്ട്രീസ് ഒരു പ്രാർത്ഥനാ സഖ്യം അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതിയിൽ പോകുന്ന ഒരു സ്വയംഭരണ ഒരു മിനിസ്ട്രിയാണ്. ഇതിന്റെ ഭാഗമായി 32 ആൺകുട്ടികളെയും 24 പെൺകുട്ടികളെയും തിരുവല്ലയിൽ എത്തിക്കുന്നു. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നു. അവർ തുടർന്ന് പ്രവർത്തിച്ചു പോകുന്നു. ഇത് വാർത്തയാകുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം വിപരീതമായി ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്ന മണിപ്പൂരി കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഇവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, ശരിയായ ഭക്ഷണം ലഭിക്കുന്നില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, നല്ല താമസിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകുന്നു. ഇതിനെ തുടർന്ന് ഈ പരാതി പോലീസിൽ എത്തിച്ചേരുകയും ഇതിന്റെ ഭാഗമായി രഹസ്യാന്വേഷണ വിഭാഗം ഐ ബി വിഭാഗം ഇതിനെ തുടർന്ന് ഇത് അന്വേഷിക്കുകയും ഇതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് കണ്ടെത്തി രഹസ്യാന്വേഷണ വിഭാഗം പോലീസിൽ, പ്രധാനമായും SP-ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസ് ബാലാവകാശ കമ്മീഷനെയും ഇതുകൂടാതെ CWCയെയും ചൈൽഡ് വെൽഫെയർ കമ്മീഷനെ ഇത് അറിയിക്കുകയും അവർ ഈ സ്ഥലത്തെത്തി ഷാലോം മിനിസ്ട്രീസിന്റെ തിരുവല്ലയിലെ ഓഫീസിലെത്തി ഈ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതിൽ നിന്നാണ് മനസ്സിലാവുന്നത് ഈ കുട്ടികൾ നൽകിയ പരാതിയിൽ കടമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനെ തുടർന്ന് ഷാലോം മിനിസ്ട്രീസിന്റെ അധികൃതർക്ക് എത്രയും പെട്ടെന്ന് ഇതിന് വിശദീകരണം നൽകുവാനും ഈ കുട്ടികളുടെ പരാതികൾ മാറ്റി നൽകുവാനുള്ള താക്കീത് നൽകുകയാണുണ്ടായത്. പക്ഷേ ഇതിനുശേഷവും ഈ ഷാലോം മിനിസ്ട്രീസിന്റെ അധികൃതർ ഈ വിശദീകരണം നൽകുന്നതിൽ ഡിലേ വരുത്തുകയും പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട ശരിയായ രീതിയിലുള്ള താമസ സൗകര്യങ്ങളും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളും നൽകാതെ വരുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത്. വീണ്ടും CWCയുടെ ഭാഗത്തു നിന്ന് പരിശോധന നടത്തുകയും ഇവരെ ഈ മാനദണ്ഡങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ട ബേസിക് കമ്മ്യൂണിറ്റീസ്, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നൽകാത്ത അവസ്ഥ വീണ്ടും കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ CWCയുടെ നേതൃത്വത്തിൽ കുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. അവർ പറയുന്നു, കുട്ടികൾ പ്രധാനമായും പറയുന്നത് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, പാർപ്പിട സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അവർക്ക് ചെറിയൊരു രീതിയിലാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നരകത്തിന്റെ ജീവിതത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കുട്ടികൾ പരാതി നൽകി. ആയതിനാൽ തന്നെ ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടെയാണ് CWC കുട്ടികളെ മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. 32 ആൺകുട്ടികളും 24 പെൺകുട്ടികളുമാണ് ഈ സംഘത്തിലുള്ളത്. പ്രധാനമായും ഇവരെ ആൺകുട്ടികളെ കൊല്ലത്തെ CWC കേന്ദ്രത്തിലേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൾസൺ എന്ന സ്ഥാപനത്തിലേക്കുമാണ് മാറ്റുന്നത്. ഈ നിക്കോൾസൺ സ്ഥാപനത്തിൽ ഇതിനു മുന്നേ തന്നെ കുറച്ച് മണിപ്പൂരി കുട്ടികളെത്തി അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കുട്ടികളെ മാറ്റുകയാണ്. ഈ പരിപാടികളെല്ലാം, ഈ കുട്ടികളെ മാറ്റുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികളെ വാഹനത്തിലാക്കി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസും CWCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി. ഹാൻസ്, മണിപ്പൂരിലെ കലാപബാധിത മേഖലകളിൽ ഇരയാക്കപ്പെട്ട കുട്ടികൾ കൂടിയാണ് ഇവരിൽ പലരും. ഇവരുടെ മറ്റ് പഠനമടക്കമുള്ള മറ്റു കാര്യങ്ങൾ, തുടർ പഠനമെല്ലാം ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ തുടരുവാനാണോ ഒരു സാധ്യത? എന്താണ് ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? അതേ ലക്ഷ്മി, മണിപ്പൂരിൽ കലാപബാധിത പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കാതിരുന്ന കുട്ടികളാണ് പ്രധാനമായും കേരളത്തിൽ എത്തിച്ചേർന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിലായിരുന്നു ഇവർ തിരുവല്ലയിൽ എത്തിച്ചേർന്നത്. പക്ഷേ നിലവിൽ അവർക്ക് വേണ്ട പഠന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഷാലോം മിനിസ്ട്രീസിന്റെ ഭാഗത്തിൽ നിന്നും അവർക്ക് വേണ്ട വിധത്തിലുള്ള പഠന സംവിധാനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ CWC ഇപ്പോൾ നിലവിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് CWCയുടെ
നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾ, പ്രധാനമായും നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാം തന്നെ നിലവിൽ ഒരുക്കുമെന്നാണ് CWC നമുക്കിപ്പോൾ നൽകുന്ന അറിയിപ്പ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കുട്ടികളെ ഇപ്പോൾ കൊല്ലത്തെ ആൺകുട്ടികളെ കൊല്ലത്തെ CWCയിലേക്കും പെൺകുട്ടികൾ കുറച്ച് മണിക്കൂർ കുട്ടികൾ ഓൾറെഡി നിന്ന് പഠിക്കുന്ന നിക്കോൾസൺ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ മറ്റു പെൺകുട്ടികളെ മാറ്റുന്നത്. ലക്ഷ്മി, മണിപ്പൂരിലെ കലാപബാധിത മേഖലകളിൽ നിന്ന് എത്തിച്ച കുട്ടികളെ ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ല സത്യം മിനിസ്ട്രീസിൽ നിന്ന് മാറ്റുകയാണ്. 47ഓളം കുട്ടികൾ ഇത്തരത്തിൽ ഉണ്ട്. ഇതിൽ ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൾസൺ എന്ന സ്ഥാപനത്തിലേക്കുമാണ് മാറ്റുന്നത്. കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അധികൃതരുടെ കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ കുട്ടികളെ അവിടെ നിന്നും മാറ്റുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് ജോ.